ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഴി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്വീഡൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ സ്റ്റോക്ക്ഹോമിലാണ്. ഇപ്പം ഇവിടെ ഏകദേശം രാത്രി 9 മണിയായിട്ടുണ്ട്. എന്നാലും നല്ല വെളിച്ചമുണ്ട് പുറത്ത്. ഞങ്ങളിപ്പോൾ ഓൾഡ് സിറ്റിക്ക് അടുത്തുള്ള ഒരു ഹിൽ ടോപ്പിലാണ് ഉള്ളത്. ഇന്ന് അർജൻറ്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ ആയതുകൊണ്ട് കളി കാണാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കളിയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചുപോയി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം പോയത് ഗാമൽസ്റ്റാനിലേക്കാണ്. 13th സെഞ്ച്വറിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഓൾഡ് സിറ്റി. അങ്ങനെ ഞാൻ ആ സിറ്റിയിലൂടെ നടക്കുമ്പോഴാണ് റോയൽ ഗാർഡ് പരേഡ് നടക്കുന്നത് കണ്ടത്. റോയൽ പാലസിൻ്റെ അടുത്ത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പരേഡാണ് ഇത്. സ്വീഡനിലെ റോയൽ പാലസ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പാലസുകളിലൊന്നാണ്. ഈ പാലസിൽ 600+ റൂംസ് ഉണ്ട്. സ്വീഡനിൽ ഇപ്പോഴും രാജാവുണ്ട്, പക്ഷെ ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്. പിന്നീട് ഞങ്ങൾ പോയത് നോബൽ പ്രൈസ് മ്യൂസിയം കാണാനാണ്. നോബൽ പ്രൈസ് ആരംഭിച്ചത് സ്വീഡിഷ് സയൻറ്റിസ്റ്റായ ആൽഫ്രഡ് നോബലാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും അതിന് വേണ്ട ഫണ്ടാക്കി മാറ്റി. 6 മേഖലയിലുള്ള പ്രശസ്തരായ ആൾക്കാർക്ക് മാത്രമേ എല്ലാ വർഷവും നോബൽ പ്രൈസ് നൽകുള്ളൂ. മിക്ക നോബൽ പ്രൈസുകളും സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് നൽകാറ്. പക്ഷെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നോർവേയാണ് നൽകാറ്. നോബൽ പ്രൈസായി നൽകുന്ന മെഡലും അത് കിട്ടിയവരുടെ വസ്തുക്കളുമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ഈ മ്യൂസിയത്തിൽ വന്നപ്പോൾ തൊട്ട് നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യൻസിൻ്റെ വസ്തുക്കൾ വല്ലതും ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കുകയായിരുന്നു. അപ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയൊരു പുസ്തകം ഞങ്ങൾ കണ്ടത്. ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ടാഗോറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേയിലെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. നോബൽ പ്രൈസ് മ്യൂസിയം വളരെ ഇൻഫോർമേറ്റീവായി എനിക്ക് തോന്നി. മ്യൂസിയമൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നീട് ഞങ്ങൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ട്രീറ്റിലൂടെ നടന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റോക്ക്ഹോം സിറ്റി ഹാളിലേക്കാണ്. ലേക്ക് മലാരൻ്റെ തീരത്താണ് സ്റ്റോക്ക്ഹോം സിറ്റി ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകത്തിൻ്റെ തീരത്തൂടെയാണ് ഞങ്ങൾ സിറ്റി ഹാളിലേക്ക് നടന്നത്. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ആ വഴിയിലുടനീളം ഞങ്ങൾ കണ്ടത്. പലതരം ബോട്ടുകളിലായി ആൾക്കാർ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിൻ്റർ ആയാൽ ഈ ലേക്ക് ഫ്രോസൺ ആകും. അപ്പം നമുക്കിതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ സിറ്റി ഹാളിൻ്റെ അടുത്തേക്ക് എത്താറായി. ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ ഒരു പടുകൂറ്റൻ ബിൽഡിംഗ് ആണ് സിറ്റി ഹാൾ. സിറ്റി ഹാളിൻ്റെ അകത്ത് ബ്ലൂ ഹാൾ, ഗോൾഡൻ ഹാൾ എന്ന് പറഞ്ഞ 2 മനോഹരമായ ഹാളുകളുണ്ട്. ഗോൾഡൻ ഹാളിൽ വെച്ചാണ് നോബൽ പ്രൈസ് വിന്നേഴ്സിനുള്ള വിരുന്ന് നടത്താറുള്ളത്. ഇതിൻ്റെ മനോഹരമായ ആർക്കിടെക്ചർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. അതെല്ലാം കണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം പോയത് ഒരു ഫെറി യാത്രയ്ക്കാണ്. സ്റ്റോക്ക്ഹോമിൽ കുറേ ലേക്സും ഐലൻഡ്സും ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ പണിത നഗരെന്നും വിളിക്കാറുണ്ട്. യുർഗോഡൻ എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഗ്രോണാൽ ഉണ്ടെന്ന അമ്യൂസ്മെൻറ്റ് പാർക്കും വാസ മ്യൂസിയവും ഇവിടെയാണ് ഉള്ളത്. അമ്യൂസ്മെൻറ്റ് പാർക്കിലെ റോളർ കോസ്റ്ററാണിത്. ഒരു സിറ്റിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഐലൻഡിലുണ്ട്. ഞാൻ ആദ്യമായി ട്രാമിൽ കയറിയത് ഇവിടെ വെച്ചാണ്. വൃത്തിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. യൂറോപ്പിൽ എവിടെ പോയാലും നല്ല വൃത്തിയാണ്. അതുകൂടാതെ മനോഹരമായ നടപ്പാതകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. മരത്തണലുള്ള ഈ നടപ്പാതയിൽ ഞങ്ങൾ കുറേ നേരം ചെലവഴിച്ചു. കുറേ മനോഹരമായ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു. മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഗുഹയാണിത്. അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലേക്ക് വ്യൂ കാണാൻ പോയി. അപ്പോഴാണ് വെള്ളത്തിലൂടെ പോകുന്ന ഓഷ്യൻ ബസ് ഞങ്ങൾ കണ്ടത്. കരയിലൂടെയും വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്ന ഈ ബസ് കണ്ടപ്പോൾ എനിക്ക് നല്ല അത്ഭുതമായി തോന്നി. ഇതിവിടുത്തെ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ കയറിയാൽ കരയിലെയും വെള്ളത്തിലെയും കാഴ്ചകൾ ഒരുപോലെ എൻജോയ് ചെയ്യാം. പിന്നീട് ഞങ്ങൾ പോയത് ഗാമൽസ്റ്റാനിലെ ഒരു സ്ട്രീറ്റിലേക്കാണ്. ഈ സ്ട്രീറ്റിലെ ഒരു ജർമ്മൻ ചർച്ചാണിത്. നല്ല പഴക്കമുള്ള ഈ ചർച്ച് ജർമ്മൻ വ്യാപാരികൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ്.
അതിൻ്റെ ആർക്കിടെക്ചർ വളരെ മനോഹരമായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ ചർച്ചും ഒരുപോലെയാണെങ്കിലും അകത്ത് വളരെ വ്യത്യസ്തമാണ്. പള്ളിയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റ് കാണാൻ ഇറങ്ങി. വ്യത്യസ്ത നിറങ്ങളിലുള്ള ബിൽഡിങ്സ് ആണ് ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സ്റ്റോക്ക്ഹോമിലെ ഏറ്റവും വീതി കുറഞ്ഞ സ്ട്രീറ്റ്. വെറും 90 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ സ്റ്റോക്ക്ഹോം വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ടാറ്റാ ബൈ ബൈ, സീ യു.